അർജുനോടും ജിൻഡോയോടും ശ്രീധുവിനോടൊക്കെ ബിഗ് ബോസ് ചെയ്തത് വളരെയധികം മോശം തന്നെയായിപ്പോയി. ഇവരെയും കൊണ്ട് ഇത്രയും ടാസ്കും ചെയ്യിച്ചു, ആ വീട്ടിലെ ഫുള്ള് പണിയും ഇടിപ്പിച്ചു ഒരു ടാസ്കിന്റെ പേരില്. തുണി അലക്കലും മുതൽ ഫുള്ള് ഹൗസ് ക്ലീനിങ്ങും എല്ലാം ചെയ്യിപ്പിച്ചു, ബാത്റൂം ക്ലീനിങ്ങും എല്ലാം. ഇത്രയും പണി ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോയും അർജുനും തന്നെയായിരുന്നു. ജിൻഡോയ്ക്ക് അത്രയും കുനിഞ്ഞു നിന്ന് പണി ചെയ്തിട്ട് ലാസ്റ്റ് തല കറങ്ങുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് കൊട്ട് കിട്ടിയ പോലെ ആയെന്ന് ജിൻഡോ പറയുകയും ചെയ്തിരുന്നു. എന്നിട്ടാണ് സാവമോർ ഒരു നാരങ്ങളൊക്കെ കൊടുത്തത്. എന്നിട്ട് വലിയൊരു ലഡു ും പറഞ്ഞു കൊടുത്ത് ഇവർ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞത് വളരെ മോശം തന്നെ ആയെന്ന് പറയാം. ജിൻഡോയും അർജുനും കുറെ നേരം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവര് പറയുന്നുണ്ടായിരുന്നു, പണി എടുത്തു, എന്ത് കഷ്ടമായി, ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ, എന്തിനാ ഇത്ര പണിയൊക്കെ എടുത്തത്, ബാത്റൂമൊക്കെ എന്ത് പാടുപെട്ടാണ് ക്ലീൻ ചെയ്തതെന്ന് ജിൻഡോ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അർജുനും പറഞ്ഞു തുണിയൊക്കെ അലക്കി പാടുപെട്ടു എന്ന്. അർജുൻ അപ്പൊ ജിൻഡോയോട് പറയുന്നുണ്ടായിരുന്നു, ആ ഡയമണ്ട് അടിച്ചു മാറ്റാന്ന് പറഞ്ഞത് അതും നടന്നില്ല. അപ്പൊ ജിൻഡോ പറയും, അയ്യോ ശരിയായിരുന്നു, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഡയമണ്ട് അടിച്ചു മാറ്റായിരുന്നു, അപ്പൊ നോമിനേഷൻ ഫ്രീ എങ്കിലും കിട്ടിയേനെന്ന്. ഇവർക്ക് സുഖമായിട്ട് അടിച്ചു മാറ്റായിരുന്നല്ലോ. അർജുൻ ആദ്യം അടിച്ചു മാറ്റിയതുമായിരുന്നു. അപ്പൊ ഒന്നും നടന്നില്ല ഇവരുടെ കാര്യത്തില്. പിന്നെ ജിൻഡോ അതിഞ്ഞിട്ട് ക്യാമറയിൽ നോക്കിയിട്ടും പറയുന്നുണ്ടായിരുന്നു, എന്നാലും ബിഗ് ബോസ് ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു, എന്തോരും പണിയെടുത്തത്, പണിയെടുത്തത് അല്ലേ എന്നൊക്കെ കുറെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര വിഷമിച്ചായിരുന്നു ജിൻഡോ നടന്നിട്ടുണ്ടായിരുന്നത് ലൈവില് മൊത്തം. ആകെ അത് ആലോചിച്ച് പിടിച്ചായിരുന്നു ജിൻഡോ ഇരുന്നത്. ഒന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ ഈ പവർ ടീം കഴിഞ്ഞിട്ട് വേണമായിരുന്നു, ഇനി തൊട്ട് പവർ റൂം വേണ്ടാന്ന് വെക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമായിരുന്നു. അതും കൊടുത്തില്ല, നോമിനേഷൻ ഫ്രീയും കൊടുത്തില്ല, എന്നിട്ട് ഒരു ലഡു കൊടുത്തേക്കണു. ഈ സീസൺ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു ഈ പവർ റൂം എടുത്തു കളയണം എന്നുള്ളത്. അപ്പൊ ഒന്നും എടുത്തു കളയണ്ടായിരുന്നു. ശ്രീരേഖയൊക്കെ എത്ര നാളാണ് പവർ റൂമിൽ ഇരുന്ന, റസ്മിൻ, അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇവർ വന്നപ്പോൾ മാത്രമാണ് ഇപ്പൊ തന്നെ എടുത്തു കളയണം അങ്ങോട്ട്. ഇവരെല്ലാം ജയിച്ചു, എല്ലാം കഴിഞ്ഞിട്ടും എടുത്തു കളയണത്. ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഫുൾ ഊടായ്പ തന്നെയാണെന്ന് വേണം പറയാൻ. എന്നിട്ട് ഇപ്പൊ പ്രേക്ഷകർ പറഞ്ഞിട്ടാണെന്ന് പോലും ഒരു ടാസ്കും പവർ റൂമിന്റെയും പേരില് ആ വീട്ടിലെ മൊത്തം പണി ഇവരെയും കൊണ്ട് ഇടിപ്പിച്ചത് ശരിയാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?